ഹായ് ഹലോ അസ്സാം വലൈക്കും. കുറേ നാളായി മധുരം കഴിച്ചിട്ട്. മൈസൂർ പാക്കാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന മൈസൂർ പാക്ക്. രണ്ട് കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നാല് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ ഒഴിച്ചത്. വീഡിയോയിൽ ഒന്നേ കിട്ടിയുള്ളൂ. മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. കട്ടകളൊക്കെ പൊടിഞ്ഞ് ഇതുപോലെ നല്ല മാവ് പോലെ ആയി കിട്ടും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടായി. ഇനി നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചത്. ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം ഞാനൊരു 5 മിനിറ്റോളം നന്നായി റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്നും മാറ്റി വെച്ചിട്ട് ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. മൂന്ന് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നല്ലപോലെ ബോയിൽ ആവട്ടെ. കൈ കൊണ്ടിങ്ങനെ പഞ്ചസാര ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടി ഇങ്ങനെ നൂല് പോലെ, 2 കയ്യിലും കൂടെ നൂല് പോലെ ഒട്ടി വരണം. അതാണ് ഇതിൻ്റെ പരുവം. പഞ്ചസാരയുടെ സിറപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന കടലമാവിൻ്റെ കൂട്ട് ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഒരു ട്രേയിൽ നെയ്യ് തടവിയിട്ട് ബേക്കിംഗ് പേപ്പർ ഒട്ടിച്ച് വയ്ക്കാം.
പേപ്പറിൻ്റെ പുറത്ത് വീണ്ടും അല്പം കൂടി നെയ്യ് തടവിയിട്ട് കടലമാവിൻ്റെ കൂട്ട് ആ ട്രെയിൽ മാറ്റിയിട്ട് നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ട് കാഷ്യൂ, ബദാം, പിസ്ത അത് ഇതുപോലെ ക്രഷ് ചെയ്ത് അതും കൂടി അതിൻ്റെ മുകളിൽ വിതറി അതിനുശേഷം റാപ്പ് ചെയ്തിട്ട് ഒരു 5-6 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അതിനുശേഷം കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരും. അതുവരെ എല്ലാവർക്കും ബൈ.